ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഗജനി ഫാൻസിനെ മുഴുവൻ കണ്ണിൽ പുഴയിലാഴ്ത്തുന്ന ആരും പ്രതീക്ഷിക്കാത്തൊരു റോസ്റ്റാണ്. അതേ കേസ് തമിഴിൽ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായ സൂര്യയുടെ കരിയർ ബെസ്റ്റ് ഹിറ്റ് ഫിലിമായ ഗജനി പടത്തെയാണ് ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും IMDbയിൽ 7.6 റേറ്റിംഗ് ഒക്കെ ഉള്ള ഗജനി പോലത്തെ ട്രെൻഡ് സെറ്റർ ഹിറ്റൊക്കെ എന്തിനാണ് എടുത്ത് വെച്ച് കൂക്കുന്നതെന്ന്. കാരണം ഉണ്ടടേ. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗജനിയുടെ വില്ലനേക്കാളും വലിയ വില്ലൻ, വില്ലത്തിയായ നയൻതാരയാണ്. പുഷ്പം പോലെ ഓരോന്നിനെ കൊല്ലുകയും പണിയെടുക്കുകയും ചെയ്തിട്ട് നൈസായിട്ട് സ്കൂട്ടാക്കുകയും ചെയ്യും നമ്മുടെ നയൻതാര. ഉദാഹരണത്തിന് റിയാസ് ഖാനെ പടമാക്കിയിട്ട് വലിയുന്നു. സൂര്യയ്ക്ക് കാണുമ്പോഴൊക്കെ അടി വാങ്ങിച്ചു കൊടുക്കുന്നു. സൂര്യയ്ക്കുള്ള വള്ളി മുഴുവൻ പിടിച്ചു കൊടുക്കും. സൂര്യയെ പോലീസിനും വില്ലനും ഇട്ട് കൊടുത്തിട്ട് വലിയും. എന്തിന് ഇതിൽ വില്ലനെ വരെ പടമാക്കുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇതെല്ലാം പോരാഞ്ഞിട്ട് കോളേജിന്റെ കൾച്ചറൽസ് പ്രോഗ്രാമിൽ പ്രിൻസിപ്പാളിന്റെയും ടീച്ചറിന്റെയും പേരൻസിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് അമേരിക്കയിലെ ഡാൻസ് ബാറിൽ കളിക്കേണ്ട പോൾ ഡാൻസ് ഒക്കെ ഐറ്റം ഡാൻസായി കോളേജിൽ കൾച്ചറൽസിൽ വന്ന് കളിക്കുന്നു. ഇതിൽ നയൻതാരയുടെ കേസ് മാത്രമല്ല കോമഡി. ആരും ശ്രദ്ധിക്കാതെ പോയ ഗജനിയിലെ മുരുകദോസ് അണ്ണൻ്റെ ഭൂലോക മിസ്റ്റേക്സും ലോജിക്കില്ലായ്മയും പിന്നെ ഈ ബുദ്ധിജീവിയെ പോലെ ഷോയും കാണിച്ച് നിൽക്കുന്ന മുരുകദോസ് അണ്ണൻ്റെ കൊടൂര കോപ്പിയടിയും. എൻ്റെ കരിയറിൽ ഇത്രയും ഉളുപ്പില്ലാതെ കോപ്പിയടിച്ച് സിനിമാ ജീവിതം സക്സസ് ആക്കിയ ഒരു ഫിലിം ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. അതേ കേസ് മുരുകദോസ് അണ്ണൻ നമ്മളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഇങ്ങനെ ഗജനി എന്ന പടം ഉണ്ടാക്കിയത് മെമൻറ്റോ, ഹാപ്പി ഗോ ലവ്ലി, അമേലി, ഫൈറ്റ് ക്ലബ്, സാജൻ, ഹിന്ദി പടമാണേ. ഹിന്ദി എണ്ണേ പസന്ത് അപ്പിനി ഇതൊക്കെ കോപ്പി അടിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഈ പടത്തിൽ മുരുകദോസ് അണ്ണ ആ പടം സ്വന്തമായിട്ട് എഴുതിയത് കുറച്ച് സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ. അതൊരു 10-20 മിനിറ്റ് വരും. അത് മുഴുവൻ ഊളത്തരം മാത്രമാണ് കേസ്. അത് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് സിനിമയിലോട്ട് വരാം. ഇതിൽ ഗജനി പടം തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു കിടില ആർട്ടാണ്. ഞാൻ അത് ആദ്യം കണ്ടപ്പം ഭയങ്കര സംഭവം തന്നെ എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ അല്ലേ മനസ്സിലായത് അത് വരെ കോപ്പടിയാണെന്ന്. അതേ ഗൈസ്, ഇത് 1999 റിലീസ് ചെയ്ത ഫൈറ്റ് ക്ലബ് എന്ന പടത്തിന്റെ സെയിം കോപ്പടിയാണ്. ഈ റോഡ് റോളർ നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നത്. ഇത് ചെറുത്ത്. ഇതിൽ നയൻതാര മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഇതിൽ ആദ്യം തന്നെ നയൻതാര പ്രോജക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് സൂര്യയുടെ സബ്ജക്റ്റാണ്. ഇത് സൂര്യയുടെ ഇൻട്രോ ആണ്. അതൊക്കെ അതുപോലെ തന്നെ മുരുകദോസ് അണ്ണൻ മെമ്മൻ്റെ നിന്ന് കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോലീസ് ഓഫീസറായ റിയാസ് ഖാൻ സൂര്യ ചെയ്ത കൊലക്കേസ് പിടിക്കാനായിട്ട് പോണ സീനാണ്. സൂര്യയുടെ കയ്യിൽ നിന്ന് മിസ്സായ ബസ്സിലെ ടിക്കറ്റ് തെളിവും വെച്ചാണ് ബസ്സിൽ പോണ സൂര്യയെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബസ് ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാമാന്യ ബോധമുള്ളൊരു പോലീസ് ഓഫീസർ എന്താണ് ചെയ്യാറുള്ളത്? പോലീസ് ജീപ്പും കൊണ്ടല്ലേ വരാറുള്ളത്. എന്തോന്ന് പോലീസ് ജീപ്പ്? അതൊന്നും വേണ്ടേ, ഞാൻ സൂപ്പർമാനെ പോലെ പറന്നു പോയി പിടിക്കും. എന്നിട്ട് ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ ഓട്ടോയിൽ റിയാസ് ഖാനും കണ്ടക്ടറും രണ്ടും കൂടി കയറി ഇരുന്നിട്ട് നമ്മളെ പോലീസ് ഓഫീസർ റിയാസ് ഖാൻ എവിടെയോ കിളി പോയി വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെ കണ്ടക്ടർ പറയും വായി നോക്കിക്കൊണ്ടിരിക്കാതെ കിട്ടിയ കുറ്റവാളിയെ പോയി പിടിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് തോക്ക് എടുത്ത് ഷോയും കാണിച്ച് സൂര്യയെ വിളിക്കും. ഒരു കുറ്റവാളിയാണ് വിളിക്കുന്നത്. വിളിച്ച അവിടെ തന്നെ നിൽക്കുക. അത്രയും അനുസരണമുള്ള കുറ്റവാളികളൊന്നും ഈ ലോകത്തില്ലടേ. എന്നിട്ട് ഈ റിയാസ് ഖാൻ പട്ടി ഓടുമ്പോൾ കുറേ കിലോമീറ്റർ ഓടി ബസ് കയറുമ്പോഴത്തേക്കും സൂര്യ അവിടെ നിന്ന് വലിയും. എന്നാൽ ഈ സൂര്യ ബസ്സിൻ്റെ ഏത് വഴി കൂടെ ആയിരിക്കും പുറത്തോട്ട് ചാടിയത്? അത് മുരുകദോസ് അണ്ണൻ പോലും അറിഞ്ഞുകൂടെയിരിക്കും. ആ തോക്കെടുക്കാൻ തോന്നിയ സമയത്ത് ആ പോലീസ് ജീപ്പും കൂടി ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. എല്ലാം പോട്ടെ, ആ ഓട്ടോയിലെങ്കിലും കയറി വന്നുകൂടായിരുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പിന്നീട് റിയാസ് ഖാൻ സൂര്യയെ കണ്ടുപിടിക്കുന്നു. എന്നിട്ടൊരു കസേര കെട്ടിയിട്ട് സൂര്യയുടെ ഡയറി എടുത്ത് വെച്ച് വായിക്കും. പിന്നെ അസിൻ്റെയും പഴയ സൂര്യയുടെയും ഫ്ലാഷ് ബാക്കാണ്. ഞാൻ പണ്ട് വിചാരിച്ചത് ഈ കിടിലം കോമഡി സീൻസും ഫ്ലാഷ് ബാക്കിൻ്റെ കഥയൊക്കെ മുരുകദോസ് അണ്ണൻ എഴുതിയതാണെന്നാണ്. സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടല്ലേ മനസ്സിലായത് അതും കോപ്പി അടിച്ചതാണെന്ന്. ഇത് അസിൻ ജോലി സ്ഥലത്ത് ലേറ്റായി വരുന്ന സീൻ. ഇത് 1951 പടമായ ഹാപ്പി ഗോ ലവ്ലി എന്ന് അടിച്ചു മാറ്റിയത്. ഇത് അസിൻ്റെ മാനേജർ അസിനെ വഴക്ക് പറയുന്ന സീന്. ഈ സീൻ അസിൻ സഞ്ജയ് രാമസ്വാമിയുടെ ലവറാണെന്ന് അറിഞ്ഞതിന് ശേഷം അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളിൽ ചാൻസുകൾ വരാൻ വേണ്ടിയിട്ട് അസിൻ്റെ മാനേജർ അസിനെ സോപ്പിടുന്ന സീനാണ്. ഇത് അസിനും സൂര്യയായിട്ടുള്ള പ്രണയവും ഗോസിപ്പും എല്ലാവരും അറിഞ്ഞതിന് ശേഷം സൂര്യ ടെൻഷനായി അസിനെ കാണാൻ പോകുന്ന സീനാണ്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? തമിഴിൽ അസിൻ അഡ്വർടൈസ്മെൻറ്റ് നായികമാരിൽ സ്റ്റാർ ആകുന്നു. ഇംഗ്ലീഷ് പടത്തിൽ നായിക ഡാൻസ് സ്റ്റാർ ആകുന്നു. അങ്ങനെ ഹാപ്പി ഗോ ലവ്ലിയും സപ്ന എന്ന 1969 ഹിന്ദി ചിത്രവും പസന്ത് അപ്പിനെ എന്ന ഹിന്ദി ചിത്രവും അമേലിയും ഒക്കെ അതിവിദഗ്ധമായി കോപ്പി അടിച്ചാണ് മുരുകദോസ് അണ്ണൻ അസിൻ്റെയും സൂര്യയുടെയും ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറി ഒപ്പിച്ചത്. ഇതെല്ലാം സഹിക്കാം. ഗജനിയിലെ ഏറ്റവും ഐക്കണിക് സീനെന്ന് നമ്മൾ വിചാരിച്ച ഒരു സീനുണ്ട്. ഒരു അന്ധനായ മനുഷ്യനെ അസിൻ സഹായിക്കുന്ന സീൻ. ഈ സീനിന് ശേഷമാണ് ഒരു മാലയിൽ പാട്ടൊക്കെ ഉള്ളത്. ഈ പാട്ടിനെയൊക്കെ ഇത്രയും ട്രെൻഡ് സെറ്റർ ആക്കിയത് ഈ സീനാണ്. ഈ സീനിന് ശേഷമുള്ള പാട്ടും അതുവരെ അണ്ണ അടിച്ചു മാറ്റിയതാണ് ഗൈസ്. അമേലി ഇന്ന് 2001 ഇറങ്ങിയ ഫ്രഞ്ച് പടത്തിൽ നിന്ന് അസിൻ്റെ കൈൻഡായിട്ടുള്ള കഥാപാത്രം, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആനന്ദം കാണുന്ന ടൈപ്പ് ക്യാരക്ടറുള്ള ഈ നായിക കഥാപാത്രം അമേലിയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അതുപോലെ തന്നെ ഫീൽ ഗുഡ്, റിഫ്രഷിംഗ്, ഫണ്ണി, റൊമാൻറ്റിക് മൂഡുള്ള ഒരു വൈബൊക്കെ മുരുകദോസ് അണ്ണൻ ഇതിൽ നിന്ന് അടിച്ചു മാറ്റി ഗജനിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്.
അപ്പം നമ്മൾ റിയാസ് ഖാൻ വായിച്ചുകൊണ്ടിരുന്ന 2002 ഡയറി കഴിഞ്ഞ് ഈ റിയാസ് ഖാൻ തലയിലിട്ട് അടിച്ച് ബോധമില്ല ഇരുന്നുറങ്ങുന്ന സൂര്യ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ് 2003 ജാനുവരി എന്ത് സംഭവിച്ചെന്ന്, അടുത്ത ഡയറി എവിടെ ഇരിക്കണമെന്ന്. അപ്പം സൂര്യ മനസ്സ് ചിന്തിക്കുന്ന ഇതായിരിക്കും. പിന്നെ സൂര്യ അവൻ്റെ ഒടുക്കത്തെ സീരിയൽ കാണുന്ന അമ്മമാർ ചോദിക്കുന്ന ചോദ്യം കേട്ട് പ്രാന്തായി റിയാസ് ഖാൻ എടുത്തിട്ട് അലക്കും. എന്നിട്ടൊരു ഗ്യാസ് സിലിണ്ടർ എടുത്ത് റിയാസ് ഖാൻ്റെ തലയിലടിക്കാൻ പോകുന്നിടത്ത് സൂര്യയുടെ ഡോക്ടറും മാനേജറും ഒക്കെ വന്ന് ബെല്ലടിക്കും. അങ്ങനെ ഒരു പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരം വണ്ണം പോവില്ല. ഇവിടെ ഇത്രയും ഫൈറ്റ് നടന്ന സ്ഥലത്ത് തന്നെയാണ് സൂര്യയും സൂര്യയുടെ മാനേജറും ഡോക്ടറും ഒക്കെ വന്നിരിക്കുന്നത്. ആ ഫോട്ടോയും എഴുതി വെച്ചേക്കുന്നതൊക്കെ സെയിം റൂം തന്നെ. അപ്പോൾ അവിടെ ആരുടെ വന്ന് അതൊക്കെ വൃത്തിയാക്കിയത്? എനിക്ക് ഈ പടം കണ്ടെടുത്തോളം അവിടെ സൂര്യ അല്ലാതെ ഒരു കറുത്ത പൂച്ചസാറ് മാത്രമേ അവിടെ ഉള്ളൂ. എല്ലാം പോട്ട് സൂര്യ അടിച്ച് പഞ്ഞിക്കിട്ട് അവിടെ കിടന്ന റിയാസ് ഖാൻ എങ്ങോട്ട് പോയി? അതാണ് മുന്നേ പറഞ്ഞത്, മുഴുകദോസണ്ണ ആകെ എഴുതിയ കുറച്ച് സ്ക്രിപ്റ്റാണ്, അത് മുഴുവൻ ഊളത്തരം തന്നെ. സൂര്യ അങ്ങനെ കുറേ എണ്ണത്തിനെയൊക്കെ കൊന്ന് പോലീസായ റിയാസ് ഖാനെയൊക്കെ അടിച്ച് റൂമിനകത്തിട്ട് പൂട്ടി നൈസായിട്ട് നടക്കുമ്പോഴാണ് ഉള്ള വെള്ളയിലെല്ലാം പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ടെസ്റ്റ് സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതേ കേസ് നയൻതാര ആദ്യമായിട്ട് സൂര്യ കണ്ടുമുട്ടുന്ന സീനാണ്. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല ഏട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. மேலே எங்க காலேஜ் கல்ச்சுரல் ப்ரோக்ராம் இருக்கு. ഇത് സൂര്യ ഐറ്റം ഡാൻസ് കാണാൻ നയൻതാര വിളിക്കുന്ന സീനാണ്. ഇതിനാണ് കോളേജിലെ കൾച്ചറൽസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ കൾച്ചറൽസ് പ്രോഗ്രാം എന്നല്ല, ഇത് കൾച്ചറൽസ് പ്രോഗ്രാം എന്നാണ് ഇതിനെ വിളിക്കാൻ. ആണല്ലോ. മനസ്സിനക്കരയിലെ നയൻതാരയെ ഇങ്ങനെ കണ്ട് ഞെട്ടിയ 90s കിഡിന്റെ കുട്ടിക്കാലം മറക്കാൻ പറ്റുമോ? കോളേജ് കൾച്ചറൽസിൽ ഈ ഐറ്റം സോങ് കാണുന്ന പ്രിൻസിപ്പാളിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞ എന്റെ തൊലി ഒരിഞ്ഞു. 2026 തമിഴ്നാട്ടിലെ കൾച്ചറൽസ് ഡാൻസ് ഈ റേഞ്ചിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് 2005 ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്ന സീന്. ഇത് കോളേജ് കൾച്ചറൽസാ അതോ സ്ട്രിപ്പ് ക്ലബ്ബിലെ ഡാൻസാ? എന്നാലും മനസ്സിനക്കരയുടെ നയൻതാര എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത്? Why? That is money. Money makes power. Power manipulates everything. ഇതുവല്ലോ നമ്മുടെ തമിഴ്നാട്ടിലെ കൾച്ചറൽസ് പ്രോഗ്രാമിൽ കളിച്ച ഇതായിരിക്കും സ്ഥിതി. A few moments later. പടം എടുക്കുന്നവനെ ബോധമില്ല, അഭിനയിക്കുന്ന ഒറ്റയാൾക്കെങ്കിലും 10 വയസ്സിൽ ബോധമില്ലേടി. ഇതിനെയൊക്കെയാണ് നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഈ നയൻതാര ആദ്യമേ തന്നെ സൂര്യ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് പോകും. എന്നിട്ട് ആ പാവപ്പെട്ട ഓർത്തിരിക്കാൻ വെച്ചേക്കുന്ന ഫോട്ടോസൊക്കെ അടിച്ചു മാറ്റും. എടീ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, അല്ലാതെ ജേർണലിസ്റ്റ് ഒന്നും അല്ലല്ലോ. ഇങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും കയറി മെഴുകാൻ ഇയാൾക്ക് എന്താണ് അധികാരം? എന്നിട്ട് സൂര്യ കഷ്ടപ്പെട്ട് അടിച്ച് കെട്ടിപ്പൊട്ടി വെച്ചേക്കുന്ന റിയാസ് ഖാൻ അഴിച്ചു വിടും. അപ്പോൾ ഈ റിയാസ് ഖാൻ നയൻതാര കാണണമെന്ന് തുറിച്ച് നോക്കും. എന്തിനാണ് ഈ തുറിച്ച് നോക്കുന്നത്? പേടിച്ച് ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നിട്ട് റിയാസ് ഖാൻ ചാടി എണീറ്റ് വെള്ളം കുടിക്കാൻ പോകും. ഇങ്ങനെ തുപ്പിക്കളയാനാണെങ്കിൽ എന്തിനേ കഷ്ടപ്പെട്ട് ഫ്രിഡ്ജിൽ നിന്ന് മിനറൽ വാട്ടർ എടുത്തത്? ഇത് വെറും ഷോ. എന്നിട്ട് സൂര്യ കാണുന്ന റിയാസ് ഖാൻ പേടിച്ചോടും. ഒരു പോലീസ് ഓഫീസർ ഓടുന്ന ഓട്ടം നോക്ക്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ എന്ത് വിശ്വസിച്ചാണ് അവിടെ ജീവിക്കാനുള്ളത്? ഈ റിയാസ് ഖാൻ ഇതിനു മുമ്പ് കുറേ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ. അങ്ങനെ റിയാസ് ഖാൻ ഓടി ഒരു പാണ്ടി ലോറിയിൽ ഇടിച്ച് പടമാവും. വണ്ടി ഇടിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. റോഡിന് നടുക്കൂടെ ഓടിയാൽ പിന്നെ പടം ആവാതിരിക്കൂ. റിയാസ് ഖാൻ പടം ആവണമെന്ന് നയൻതാര അവിടെ നിന്ന് നൈസായിട്ട് വലിയും. എന്നിട്ട് ഈ നയൻതാര മര്യാദയ്ക്ക് സീറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഗുണ്ടകൾക്ക് സൂര്യയെ ഇട്ട് കൊടുക്കും. ഒരു പ്രത്യേക ജീവിതമല്ലേ? ആ ഗുണ്ടകൾ സൂര്യയെ തല്ലിക്കൊല്ലേണ്ട കേസായിരുന്നു. പിന്നെ സൂര്യയ്ക്ക് കരാട്ടയും കുമ്പുമൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ നയൻതാര മര്യാദയ്ക്ക് വില്ലന്മാരെയൊക്കെ കൊന്ന് മിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂര്യ ഇതിലെ മുട്ടത്തലയും വില്ലനെ കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സൂര്യയുടെ ഫോട്ടോയും കൊടുക്കും. എന്നിട്ട് നൈസായിട്ട് സൂര്യക്ക് 8ന്റെ പണിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട്. അടുത്തത് ഈ പടത്തിലെ ഏറ്റവും വലിയ ഊളത്തരം മിസ്റ്റേക്കാണ്. നയൻതാരയുടെ ഫോട്ടോ സൂര്യയുടെ കയ്യിലുള്ളത് കൊണ്ടാണ് പോലീസ് കേസ് ആകുമെന്ന് പറയുന്നിട്ട് വില്ലന്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഫോട്ടോ മാറ്റാൻ നയൻതാര പറയുന്നത്. എന്നിട്ട് സൂര്യയെ ഈ നയൻതാര തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും. എങ്കിൽ പിന്നെ ആദ്യമേ പോലീസിൽ പിടിച്ചു കൊടുത്താൽ പോരായിരുന്ന? എന്തിനാ വില്ലൻ്റെ അടുത്ത് പോയി പറഞ്ഞത്? ആ പാവപ്പെട്ട ലിഫ്റ്റിൽ കയറി എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ ആ ലിഫ്റ്റ് ഓഫ് ചെയ്ത് പോലീസിന് പിടിച്ചു കൊടുക്കും. ഇത് ഈ നയൻതാരയ്ക്ക് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു പോലീസ് കേസുള്ള കാര്യം. ആദ്യമേ നയൻതാര പഠിപ്പിക്കുന്ന പ്രൊഫസർ പറഞ്ഞതാണ് ഇത് പോലീസ് കേസുള്ള കേസാണെന്ന്. ഇത് കണ്ടോണ്ടിരിക്കുന്ന നമ്മളൊരുമേ പൊട്ടന്മാരാക്കാൻ പറയുന്നതാണ് ഇതൊക്കെ. ഇതിൽ വേറൊരു ഊളത്തരം മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ ഇതിൽ പോലീസ് സൂര്യയുടെ ശരീരത്തിൽ എഴുതി വെച്ചേക്കുന്ന മൊബൈൽ നമ്പർ എല്ലാം എടുത്ത് ഓരോരുത്തരെ വിളിക്കും. അപ്പം നമ്മൾ വില്ലാണ്ണനെ കിട്ടും. എന്നിട്ട് വില്ലാണ്ണൻ വന്നിട്ട് പറയും ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന്. പോലീസ് അത് വിശ്വസിക്കുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്നോട് ഫ്രണ്ട്
ഇതിൽ സൂര്യയുടെ കയ്യിലുള്ള ഫോട്ടോസുകളിൽ വില്ലൻ്റെ ഫോട്ടോസും നയൻതാരയുടെ ഫോട്ടോസും ഒക്കെ ഉള്ളതാണ്. അപ്പം പോലീസ് അന്വേഷണം നയൻതാരയിലോട്ട് പോകണം. പക്ഷേ അതും നടന്നില്ല. അതുമാത്രമല്ല, ഇതിൽ വില്ലൻ്റെ ഫോട്ടോയും കൊല്ലാനുള്ള തീയതി വരെ എഴുതി വെച്ചിട്ടുണ്ട്. കൊന്നവരുടെ ഫോട്ടോസ് എല്ലാം സൂര്യയുടെ കയ്യിലുണ്ട്. അതും പോലീസ് അന്വേഷിച്ചില്ല. എന്തോന്ന് പോലീസുടെ ഇത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഗുണ്ടുകാട് നയൻതാരയുടെ കാര്യം മാത്രം പറയാനാണ് വന്നത്. അപ്പം നോക്കിയപ്പോൾ ഈ പടം മുഴുവൻ ഊളത്തരം തന്നെ. എന്തായാലും വന്നതല്ലേ, എല്ലാം പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എൻ്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം. ഇതിൽ പോലീസ് ഡോക്ടറിനെ ഊക്കി വിടുന്ന ഒരു കിടിലൻ സീനുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോയൊരു സീന്. മിഡ് നൈറ്റിൽ ലേഡീസ് ഹോസ്റ്റലിൽ കയറി ആളെ പിടിച്ച് മടിയിലിരുത്തി താരാട്ട് പാടി കൊടുക്കാം പോലീസ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? எஃப்ஐஆர் போடல, நீங்க கூப்பிட்டு போங்க, பட் ஜாக்கிரதையா பாத்துக்குங்க. കുറേ പേരെ കൊന്നവൻ്റെ ഫോട്ടോസും കൊല്ലാൻ പോകുന്നവൻ്റെ ഫോട്ടോസും ഒക്കെ കൊണ്ടു നടക്കുന്നവനെ കിട്ടിയിട്ട് FIR എടുത്തിട്ടില്ല. സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് പോലീസ്. അവന്മാർ തമ്മിലുള്ളത് അവന്മാർ തീർക്കട്ടെ എന്ന് വിചാരിച്ചാണ് പോലീസ്. അടുത്ത കോമഡി എന്തെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിൽ അസിൻ്റെ വീട്ടിൽ ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്ന സീനാണ്. അവിടെ ഗുണ്ടകൾ റൂമിനകത്ത് നിൽക്കുമ്പോൾ സൂര്യ വന്ന് കോളിംഗ് ബെൽ അടിക്കും, വാതിലിൽ തട്ടും, വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവിടെ റൂമിനകത്ത് ലൈറ്റ് കിടക്കുന്നതും കാണും. അപ്പോഴെങ്കിൽ ആ മൊബൈൽ ഫോണൊന്ന് എടുത്ത് വിളിച്ചുകൂടെ, സംസാരിക്കാമല്ലോ. ഇത് ചുമ്മാ മനുഷ്യരെ പൊട്ടന്മാരാക്കിയിട്ട് സൂര്യ അങ്ങ് കാറിൽ പോയിട്ടാണ് മൊബൈൽ ഫോൺ എടുത്ത് വിളിക്കുന്നത്. ഇതിൽ ഡബിൾ റോളുള്ള വില്ലനെയൊക്കെ മെഴുകുദിവസം എന്തിനു വെച്ചോ എന്തോ. ഇംഗ്ലീഷ് മൊമെൻ്റ് പടത്തിൽ നിന്ന് മുഴുവനായിട്ട് കോപ്പി അടിക്കാതെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി വേണമെന്ന് വെച്ചിട്ടായിരിക്കും. സത്യത്തിൽ ഈ രണ്ട് വില്ലന്മാരെ കൊണ്ട് ഡബിൾ റോളിൻ്റെ ഗ്രാഫിക്സിൻ്റെ പൈസ കുറേ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലാതെ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഡബിൾ റോളിൽ വില്ലന്മാരില്ലെങ്കിലും ഈ പടത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇത്രയും പണിയെടുത്തത് പോരാങ്ങിയിട്ട് വീണ്ടും വന്ന് നിൽക്കണം അടുത്ത പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നയൻതാര സത്യമല്ല മനസ്സിലാക്കിയിട്ട് സൂര്യയെ സഹായിക്കാൻ പോകുന്നതാണ്. എന്നിട്ട് നയൻതാരയും സൂര്യയും കൂടി വില്ലനെ പിടിക്കാൻ പോകും. അപ്പം നയൻതാര പറയും, അത് തപ്പ് നടന്നത്, ഞാൻ ഉയരോടെ തിരുമ്പ മുടിയാത്, കെയർഫുൾ. ആരുടെ ഈ പറയണത്? അല്ലെങ്കിൽ ഓർമ്മശക്തി ഇല്ലാത്ത സൂര്യയുടെ അത്ര പോലും ബോധമില്ലാത്ത ദാണ്ട ഈ സാധനത്തിന് തന്നെ. അങ്ങനെ നമ്മളെ സൂര്യ വില്ലൻ്റെ മുഖച്ചായുള്ള വില്ലൻ്റെ ചേട്ടനെ കാണും. ബൈക്കിൽ ചാരി ഇരുന്നിട്ട് ബൈക്ക് എടുക്കാതെ ഓടും. എന്നിട്ട് വില്ലനെ ഡേ എന്ന് വിളിക്കും. വിളിച്ചാൽ അവിടെ തന്നെ നിൽക്കും. ഇവിടെ ഓട്ടിക്കാനല്ലേ ബൈക്ക് വെച്ചേക്കുന്നത്, അതാ ചാരി ഇരിക്കാനാണ് ബൈക്ക് വെച്ചേക്കുന്നത്. എന്നിട്ട് നയൻതാര വില്ലന്മാരെ ഫാക്ടറി പോയിട്ട് നയൻതാര ഇതുവരെ പിടിച്ചു കൊടുത്ത വള്ളികളിൽ ഏറ്റവും വലിയ വള്ളി പിടിക്കും. എന്നിട്ട് നമ്മളെ നയൻതാര പറയണത് കേട്ടോ, നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ച പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂടാ. ഈ നയൻതാരയാണ് കുറച്ചു നേരം മുമ്പ് സൂര്യ ഉപദേശിച്ചത്. ദൈവമേ, ഇത് സ്കൂൾ വിട്ട പോലെ ആൾക്കാരുണ്ടല്ലോ. ഇത് ഈ സീൻ എന്തിനാണ് മുരുകദോസണ്ണൻ വെച്ചതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അനദർ മുരുകദോസണ്ണൻ ബ്രില്യൻസ്. അതേസമയം സൂര്യയ്ക്ക് വില്ലനെ മിസ്സായിട്ട് റോഡിൽ കിടന്ന് ഭ്രാന്ത് കാണിക്കുകയാണ്. ഇവിടെ റോഡിൽ കിടന്ന് ഭ്രാന്ത് കാണിക്കാതെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നയൻതാരെ കണ്ട ഉടനെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പോകും. ഇത്ര പെട്ടെന്ന് ഓട്ടോ എടുക്കുന്ന ഓട്ടോക്കാരൊക്കെ ഉണ്ടാ? എങ്ങോട്ടാ പോണേന്ന് പോലും ചോദിക്കൂലേ? ഈ സ്കൂൾ വിട്ട പോലെ ആൾക്കാരോടി വരുന്നത് എന്തിനാണെന്നെങ്കിലും ചോദിച്ചൂടെ? അടുത്തതിൽ ഉള്ള സീൻ ഏതെന്ന് പറഞ്ഞാൽ വില്ലന്മാരെ നയൻതാരെ തപ്പി കോളേജിൽ വന്നിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ കൊല്ലുന്ന സീനാണ്. എന്നിട്ട് പറയും സൂര്യ ഓരോ മണിക്കൂർ താമസിക്കുന്നതനുസരിച്ച് ഓരോ പെണ്ണുങ്ങളെ നമ്മൾ കൊല്ലുമെന്ന്. ശശിയെ, നീ തന്നെയാണോ ഈ പറയുന്നത്? കുറച്ചു നേരം മുമ്പ് ഇങ്ങേരല്ലേ പറഞ്ഞത് പോലീസിൽ മട്ടിക്കും പ്രോബ്ലം ആണെന്ന്. മര്യാദയ്ക്ക് വേറൊരുത്തം കൊല്ലാൻ പോയതാണ് സൂര്യനെ. ഇപ്പൊ കൊല്ലുന്നതിന് കുഴപ്പമില്ലേ? അതും ഇത്രയും പേരെ മുമ്പിൽ വെച്ചിട്ട്, അതും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്. ചെറിയ കേസൊന്നും പിടിക്കൂലായിരിക്കും, വലിയ കേസുകൾ മാത്രമേ പിടിക്കൂലായിരിക്കും. എന്നിട്ട് ഈ നയൻതാര വീണ്ടും സൂര്യയെ തേക്കും. 1 മണിക്കൂർ സമയം തന്നാൽ മതി, സൂര്യ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് തരാമെന്ന് നയൻതാര വില്ലന് വാക്ക് കൊടുക്കും. ഇതെന്തോന്ന് ഉലു സീരിയസിലെ സീനാ. ഇപ്പോഴല്ലേ മുഴുവൻ ദിവസം മഴയൊക്കെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് മനസ്സിലായത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഉർവശി, മഞ്ജുവാര, ശോഭനയൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന്. അഭിനയവും എക്സ്ട്രീം ടാലൻറ്റും കൊണ്ട് മാത്രമാണ് സൂപ്പർ സ്റ്റാർ ആയത് അവരെല്ലാം. അങ്ങനെ നമ്മളെ സൂര്യ എവിടെയോ മഴയെ നനങ്ങിക്കുമ്പോൾ നയൻതാര വീണ്ടും വരും ഒരു ലോഡ് കൊട്ടേഷനുമായിട്ട്. എല്ലാം കൊണ്ട് സൂര്യയുടെ തലയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ സൂര്യ ചിന്തിക്കും, ഇവളെ കണ്ട അടി ഉറപ്പാണ്, വലിയ അറിയാത്ത പോലെ നിൽക്കാം. അപ്പം നയൻതാര ചിന്തിക്കും, ഒരിടത്തോട്ടും പോണ്ട, വന്ന് അടി പിടിച്ചിട്ട് പോയാൽ മതി. ഇനി ഇതിൽ അവസാനത്തെ അടിയാണ്. അപ്പം നമ്മുടെ നയൻതാര WWE റെസ്ലിംഗ്സിലെ ഓഡിയൻസൊക്കെ പറയും പോലെ സൂര്യ എടുത്ത് പറയും, അവനാടി. ഇവർക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, അടി കൊണ്ട് ഊപ്പാടാണോ സൂര്യയല്ലേ. ഇതെന്തോന്ന് എക്സ്പ്രഷനടേ ഇത്? ഭദ്രകാളിയാ. ഈ കൈയിൻ്റെ ഉളുക്ക് നേരെയാക്കുന്ന സീനൊക്കെ അന്നത്തെ ട്രെൻഡ് സെറ്റർ ഹിറ്റായ കില്ലിന്ന് അടിച്ചു മാറ്റിയതാണ് മുരുകദോസണ്ണൻ.
എന്നിട്ട് ലാസ്റ്റ് വില്ലന്മാർ രണ്ടുപേരും പടമായതിനു ശേഷം നയൻതാരയുടെ കൂട്ടുകാരികളും പോലീസ് വരുമ്പോൾ അവർ ഈ രണ്ടെണ്ണത്തിനെ അടിച്ച് കൊന്നതാണെന്ന് പറയാമെന്ന് പറയും. 2 കൊലയല്ലേ, അതൊക്കെ നിസ്സാരം, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ പടം തീർന്നിരിക്കുകയാണ് ഗൈസ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നയൻതാരയുടെ ഗജനിയിലെ കഥാപാത്രം മെമെൻറ്റോയിൽ കാരി ആൻഡ് മോസ് അഭിനയിച്ച് തകർത്തൊരു കഥാപാത്രമാണ്. അതിനെയാണ് തമിഴിൽ നയൻതാര ഐറ്റം ഡാൻസും ഊള അഭിനയവും അഭിനയിച്ച് കോമാളിയാക്കി വിട്ടത്. മെമെൻറ്റോയിലെ ഈ നയൻതാരയായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടിയുടെ ഫോട്ടോയിൽ എഴുതിയേക്കുന്നത് ഏതവസ്ഥയിലും ഇവൾ എന്നെ സഹായിക്കുമെന്നാണ്. തമിഴിലെ ഗജനിയിലെ നയൻതാര വരുന്നത് തന്നെ സൂര്യയ്ക്ക് അടി വാങ്ങിച്ചു കൊടുക്കാനും പണി കൊടുക്കാനും വേണ്ടി മാത്രമാണ്. ഈ ഗജനി അഭിനയിച്ച ശേഷം നയൻതാര പറയുന്നതെന്ന് വെച്ചാൽ ഗജനിയാണ് എൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണ്, എനിക്ക് താല്പര്യമില്ലാതെയാണ് ഞാൻ ഈ സിനിമ അഭിനയിച്ചതെന്ന്. കാണിക്കാനുള്ളത് മുഴുവൻ കാണിച്ച് ഫേമസ് ആയിട്ട് അവസാനം പറഞ്ഞാൽ മതിയല്ലോ സിനിമ ശരിയല്ല, ഡയറക്ടർ ശരിയല്ല, എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. മറ്റേ നടിമാർക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. ഈ ചിരി കാണുമ്പോൾ അറിയാം താല്പര്യമില്ലാതെയാണ് അഭിനയിച്ചതെന്ന്. ഇതിൽ മുരുകദോസ് അണ്ണൻ്റെ ഫിലിം മേക്കിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ നമ്മുടെ ലോകേഷ് കനകരാജിനെയൊക്കെ പോലെ എന്തോ കിളി പോയ പോലത്തെ അവസ്ഥ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് വെച്ചാൽ ഒരു ലോജിക്കും ഇല്ലാത്ത സീൻസൊക്കെ എടുത്ത് നമ്മളെ അങ്ങ് വെറുപ്പിച്ച് കളയും. നമ്മൾ ക്രിസ്റ്റഫർ നോളൻ ലോക സിനിമയ്ക്ക് ഒരു ഏറ്റവും മികച്ച 1.5 നോൺ ലീനിയർ പസിലാണ് നൽകിയത്. പക്ഷേ നമ്മുടെ AR മുരുകദോസ് അണ്ണൻ കുറേ കോമഡി സീൻസും പാട്ടും കേട്ടിട്ട് കുറേ പടവും കോപ്പി അടിച്ചിട്ട് പറഞ്ഞു മച്ചാനെ പടം കഴിഞ്ഞ് ബാക്കപ്പ്. ഇതിലെ കഥയും സീനും എല്ലാം ഇമ്പോർട്ടഡ് ആണെങ്കിലും ഇതിൽ സൂര്യയുടെ അഭിനയം മെമ്മൻറ്റോയിലെ ഗൈ പീഴ്സിനേക്കാളും ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അസിൻ്റെ കിടിലം പെർഫോമൻസും ഹാരിസ് ജയരാജിൻ്റെ കിടിലം മ്യൂസിക്കും ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞ ഹാരിസ് ജയരാജിൻ്റെ മ്യൂസിക്കാണ് ഈ പടത്തിന് ഇത്രയും റേഞ്ച് കൊടുത്തത്. ഇനി നമ്മുടെ മുരുകദോസ് അണ്ണൻ ഇൻ്റർവ്യൂവിലിരുന്ന് തള്ളണ കണ്ടു നോക്ക്. கொலை பண்ணவனை தேடி ஒரு போலீஸ் வந்துட்டு இருக்காங்க. அந்த போலീസ് അവനെ പിടിച്ചിട്ടാங்க. പോലീസ് വന്ന് പിടിച്ച് പറഞ്ഞിട്ടതൊന്നും പുള്ളിയുടെ തലയിൽ വന്ന കഥയാണ് ഇതൊന്നും. പിടിച്ചിട്ടതുക്കப்புறம் അവനോட ലൈഫ് ഇത് பண்ண അവൻ ഒരു ബിസിനസ് മാന്. മെമൻറ്റോയിൽ നിന്ന് ഹാപ്പി ഗോ ലവ്ലി, പിന്നെ അമേലി, പിന്നെ കുറേ ഹിന്ദി പടങ്ങൾ. ഇനി വേറൊരു ഇൻ്റർവ്യൂവിൽ അണ്ണൻ പറയണ കേട്ടോ, மொமெண்டோல அந்த ஷார்ட் டேர்ம் மெமரிலஸ்ங்கிற அந்த டிசீஸ் மட்டும்தான் இது. ஸோ கேரக்டர் வேற, കഥ വേറെ, കഥാപാത്രം വേറെ. പക്ഷേ ഇതിനെപ്പറ്റി ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞത് ഈ സിനിമ തുടങ്ങുമ്പോൾ ക്രെഡിറ്റ് പോലും വെക്കാതെ കോപ്പി അടിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മുരുകദോസ് അണ്ണൻ സ്വന്തമായിട്ടൊരു കഥയുടെ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവില്ലാത്തൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി തുപ്പാക്കിയും കത്തിയും ഒക്കെ ഏത് പാവപ്പെട്ട വന്ന് കഥ പറഞ്ഞപ്പോൾ അതിനെ അടിച്ചു മാറ്റിയതാണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ലോജിക്കൊന്നും ഇല്ലാതെ CID മൂസയൊക്കെ കാണുന്നത് പോലെ കാണാനാണെങ്കിൽ ഗജനി കുഴപ്പമില്ല. പക്ഷേ CID മൂസ കോമഡി പടമാണ്. ഇത് സൈക്കോളജിക്കൽ ക്രൈം ഡ്രാമ ത്രില്ലർ ജോണറിൽ പെടുന്ന സാധനമാണ്. സീരിയസ് ടൈപ്പ് ഫിലിമാണ്. അപ്പോൾ അതനുസരിച്ച് ബ്രില്യൻ്റ് ആയിട്ട് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ വേണം എടുക്കാൻ. നമ്മൾ മെമൻറ്റോയിൽ ക്രിസ്റ്റഫർ നോളൻ എടുത്തതുപോലെ ഒരു മിസ്റ്റേക്സ് പോലും മെമൻറ്റോ എന്ന ക്ലാസിക് സിനിമയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെയാണ് എക്കാലത്തെയും മാസ്റ്റർ പീസ് ത്രില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് IMDbയിൽ 7.6 റേറ്റിംഗ് ഉണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിന് എത്ര റേറ്റിംഗ് നിങ്ങൾ ഇടുമെന്നുള്ള കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താൻ പറ്റുമോ? അറിയാമല്ലോ ലോക സിനിമ കാണുന്നവരുടെ റേറ്റിംഗ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.